പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവും പിന്നാലെ മാതാവും മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് പള്ളിക്കര ചേറ്റുകുണ്ട് നിവാസികളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ പത്മ പോളിക്ലിനിക്കിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മരിച്ച യുവതിയുടെ കുടുംബാംഗങ്ങളടക്കം നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് മണികൾ മുഴങ്ങുന്നു. പ്രസവ ചികിത്സയ്ക്കിടെ ചേറ്റുകുണ്ടിലെ ദീപാസാഗർ എന്ന യുവതിയും ഇവരുടെ നവജാത ശിശുവും മരിക്കാനിടയായ സംഭവത്തിൽ ഡോക്ടർമാരുടെ അനാസ്ഥയും ചികിത്സാപ്പിഴവും ചൂണ്ടിക്കാട്ടിയും ഇതിൽ പ്രതിഷേധിച്ചുമാണ് ചേറ്റുകുണ്ട് നിവാസികളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ പത്മ പോളിക്ലിനിക്കിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. മരണപ്പെട്ട ദീപയുടെ ഭർത്താവ് സാഗർ, സഹോദരൻ സോഹൻ, സഹോദരി സോണിയ എന്നിവരടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുത്തു. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിന്റെ ഭാഗമായി പത്മ പോളിക്ലിനിക്കിന് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം പറയേണ്ടത് ആശുപത്രി അധികൃതരാണ്. ഈ മരണത്തിന് ഉത്തരവാദിത്വം, അതിന് സമാധാനം പറയേണ്ടത് ഈ ആശുപത്രിയുടെ അധികൃതരാണ്. എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇന്ന് ദീപക്ക് സംഭവിച്ചത് നാളെ ഒരു സഹോദരിക്കും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അതിൻ്റെ ഗ്യാരണ്ടി കൊടുക്കേണ്ടത് ഈ സമൂഹത്തിന് മുമ്പിൽ ഇതിന് ഗ്യാരണ്ടി കൊടുക്കേണ്ടത് ഉത്തരവാദപ്പെട്ട അധികാരികളാണ്. അതിനാവശ്യമായി അങ്ങനെ ഈ ശുശ്രൂഷയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് അതിന് ഉത്തരവാദി ആര് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അവരുടെ നിയമത്തിൻ്റെ ശിക്ഷ അവർക്ക് കൊടുക്കുക തന്നെ വേണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തോട് ആവശ്യപ്പെടുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നി മഹാബ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ സതീഷ് ശശി, അബ്ബാസ് തെക്കുപുറം, ശോഭ കണിച്ചിറ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സദാശിവൻ പരവനടക്കം സത്യൻ പൂച്ചക്കാട്, സുകുമാരൻ പൂച്ചക്കാട്, അബ്ദുറഹ്മാൻ, ദാവൂദ് മൊഹല്ല, ദിവാകരൻ കുഞ്ഞിത്തോട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രീതി വിജയൻ, സതീഷ് കാവടി, ടി എം അബ്ദുൽ ലത്തീഫ്, കുഞ്ഞമ്പു വാഴവളപ്പ്, HR കേശവ, പുരുഷോത്തമൻ കല്ലടക്കെട്ട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഫെബ്രുവരി 3 രാവിലെ 11:30 ചെക്കപ്പിനായി ദീപ പത്മ പോളിക്ലിനിക്കിൽ എത്തിയത്. ഉടനെ തന്നെ പ്രസവമുണ്ടാകുമെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് അന്ന് തന്നെ അഡ്മിറ്റാവുകയും ചെയ്തു. വൈകുന്നേരം 6 മണിയോടെ ലേബർ റൂമിലും പ്രവേശിപ്പിച്ചു. എന്നാൽ ഈ സമയം ദീപയുടെയും കുഞ്ഞിന്റെയും അവസ്ഥ എന്താണെന്ന് ഡോക്ടർമാർ മറച്ചുവെച്ചുവെന്നും പിന്നീട് ദീപയുടെ അവസ്ഥ അല്പം മോശമാണെന്നും ബ്ലീഡിംഗ് ഉണ്ടെന്നും ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഈ സമയത്ത് തന്നെ ദീപ പ്രസവിച്ച് കുട്ടി മരിച്ചിരുന്നുവെന്നും ഈ വിവരം അധികൃതർ മറച്ചുവെച്ചുവെന്നുമാണ് ആരോപണം. ആ ഗർഭിണിയായ യുവതിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നതിനാൽ അവരുടെ ഭർത്തൃ സഹോദരനെ നിർബന്ധിക്കുകയും അവിടുത്തെ ഡോക്ടറായ രേഷ്മ സുവർണ ഇവരുടെ ഭർത്താവ് താരാനാഥ് അനസ്തേഷ്യസിസ്റ്റ് കൂടിയാണ് അദ്ദേഹം പത്മ ഹോസ്പിറ്റലിലെ. അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസ് ഡ്രൈവറാണ് ഈ ബന്ധുക്കളോട് പ്രസവത്തോടനുബന്ധിച്ച് കുട്ടി മരിച്ച വിവരം ഇവരെ അറിയിക്കുന്നത്, വളരെ ലാഘവപൂർവ്വം അറിയിക്കുന്നത്. അതുവരെ ബന്ധുക്കൾ കുട്ടി മരിച്ച വിവരം പോലും അറിഞ്ഞിരുന്നില്ല. പരിയാരം മെഡിക്കൽ കോളേജിലെത്തി അവിടുത്തെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ബ്ലീഡിംഗ് തടയാൻ ഗർഭപാത്രം നീക്കം ചെയ്തുവെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ പുലർച്ചെ 3 മണിയോടെ ദീപയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇങ്ങനെ ഡോക്ടറുടെ അവഗണന കൊണ്ടും മലംഭാവം കൊണ്ടും 2 ജീവനുകൾ നഷ്ടപ്പെടാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ബഹുജനങ്ങളെ അണിനിരത്തി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയതെന്ന് ചേറ്റുകുണ്ട് നിവാസികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.